CPM-ന്റെ കാരണവരോ അല്ലെങ്കിൽ കാരണവത്തിന്നോ കാരണഭൂതനെന്നോ ഒക്കെ വിളിക്കാൻ CPM-കാർക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ശ്രീ പിണറായി വിജയനെ കേരളത്തിന്റെ കാരണവർ എന്ന് വിളിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് ആർക്കും ഇതേവരെ മനസ്സിലായിട്ടുമില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ശ്രീ MA ബേബിയെ പോലെ ഒരാള്, അദ്ദേഹം CPM-ന്റെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ കേരള ഘടകത്തിന്റെ എന്തോ ഒരു സഹായം വേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് പോകുന്ന വഴിക്ക് മുഖ്യമന്ത്രി ഒന്ന് പൊക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ശ്രീ MA ബേബി ഇപ്പോൾ ഒന്ന് പുകഴ്ത്തി കാണിച്ചത് എന്നുള്ളത് നമുക്കറിയാം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിന്റെ ലഹരിയുടെ കാര്യത്തിൽ 2016 ശേഷം ഏറ്റവും വലിയ വർധനമാണ് കേരളത്തിലുണ്ടായത്. ഇത്ര വലിയ ഡബിൾ ചങ്ങനായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ. കോൺഗ്രസുകാർക്ക് അസൂയ തോന്നുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇതുപോലെ വേട്ടയാടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ചരിത്രത്തിലുണ്ടോ? അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ എന്തുകൊണ്ട് കാരണവർ ചോദ്യം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഉത്തരം, ഏതൊരു വിഷയത്തിനകത്തും ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ വൈരനിര്യാതനത്തിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. 14.24 ലക്ഷം കോടി രൂപയുടെ GDP ഗ്രോത്ത് കേരളത്തിൽ ഇപ്പോ ഉണ്ട്. ഇപ്പൊ GDP എത്തി നിൽക്കുകയാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞാൽ എത്ര ശക്തമായിട്ടാണ് കേരളത്തിന്റെ GDP ഗ്രോത്ത്. ഈ ദുരന്തം ഉണ്ടായെങ്കിൽ ആ ദുരന്തത്തിൽ പകച്ചു നിന്നിരുന്നെങ്കിൽ, പകച്ചു നിന്ന കേരളമായിരുന്നെങ്കിൽ 14. ഈ കണക്കുകൾക്കപ്പുറത്ത് ഇപ്പോഴും 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. എന്റെയും താങ്കളുടെ ഒക്കെ പെട്രോൾ പൈസയിൽ നിന്ന് ഊറ്റിയെടുത്ത പൈസ കൊണ്ട് എടുത്തിട്ടുള്ള ആ പൈസ ഇപ്പോഴും ആളുകൾക്ക് കൊടുക്കുന്നില്ല. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഞാനിപ്പോ രണ്ടാമത് അദ്ദേഹം കുറെ കണക്ക് പറഞ്ഞു GDP ഗ്രോത്ത് റേറ്റിൽ കേരളം കൂടുതലാണ്. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഏത് GDP ഗ്രോത്ത് റേറ്റിലാണ്? നിങ്ങൾ പറയൂ. കണക്ക് വെച്ച്, ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഏത് സംസ്ഥാനത്തിനാണ്? തമിഴ്നാട്ടിലാണ്. 9.69%. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെ പേടിക്കണ്ട. രണ്ടാമത് ഏറ്റവും കൂടുതൽ എക്കണോമിക് റേറ്റ് ആർക്കാണ്? 8.21% ആന്ധ്രാപ്രദേശിനാണ്. ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത കേരളത്തെയാണ് CPM-ന്റെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ നിന്ന് കിട്ടിയതോ ക്യാപ്സ്യൂൾ നിന്നിട്ട് ശ്രീ കെ അനിൽകുമാർ ഇവിടെ വരുന്നത്. ഇത് ഞങ്ങൾ എന്തോ വലിയ മഹിമ ചെയ്തു, ഇവിടെ GDP ഗ്രോത്ത് റേറ്റിൽ കേരളം അങ്ങ് ഉയർന്നു പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി.